ഹമാസിനെ മുച്ചൂടും മുടിക്കുക, ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റുക. ഈ ശപഥം നെതന്യാഹു മറന്നിട്ടില്ല. ഹമാസിനെ തകർക്കുക എന്ന ലക്ഷ്യം ഇപ്പോഴും നെതന്യാഹുവിന്റെ മനസ്സിൽ ശക്തമായുണ്ട്. ആ ലക്ഷ്യം പൂർണ്ണമായിട്ടില്ല എന്നത് തന്നെയാണ് വാസ്തവം. ഗാസയിലെ ഇസ്രയേലി ആക്രമണത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ 500 കിലോമീറ്റർ തുരങ്കങ്ങളിൽ 150 കിലോമീറ്ററോളം ഇസ്രയേൽ പൊളിച്ചു മാറ്റിയതായും അവർ ആ ജോലി പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നും നെതന്യാഹുവിന്റെ വാക്കുകൾ. ഗാസ വെടിനിർത്തൽ പദ്ധതിക്ക് ഇസ്രയേൽ അവസരം നൽകുന്നുണ്ട്, എന്നാൽ ഹമാസിനെ തകർക്കാൻ ആവശ്യമായി വന്നാൽ യുദ്ധം പുതുക്കുമെന്നും ഉള്ള വാക്കുകൾ ഹമാസിനെ പൂർണ്ണമായും സ്വതന്ത്രമാക്കിയിട്ടില്ല എന്ന് തന്നെയാണ്. ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് ഉപേക്ഷിച്ചു പോയ തെക്കൻ ഗാസയിലെ നാസർ ആശുപത്രി ഭീകരതയ്ക്കുള്ള ആയുധ ശേഖരണ കേന്ദ്രം മാത്രമല്ല, മറിച്ച് ഒരു പൂർണ്ണമായ ഹമാസ് ആസ്ഥാനമാണെന്ന് IDF ഞായറാഴ്ച ഒരു പ്രസ്താവന നടത്തി. ഈ പ്രസ്താവനയും നെതന്യാഹുവിന്റെ നിലപാടിനെ ഉറപ്പിക്കുകയാണ്. ഭീകരപ്രവർത്തനങ്ങൾ മറച്ചുവെക്കുന്നതിനായി ഗാസയിലെ ആശുപത്രികളെയും മാനുഷിക അഭയ കേന്ദ്രങ്ങളെയും മനുഷ്യ കവചങ്ങളായി ഭീകര സംഘടനകൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് 2 വർഷത്തിലേറെയായി IDF-ഉം പ്രതിരോധ സ്ഥാപനങ്ങളും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സായുധരായ വ്യക്തികളുടെ സാന്നിധ്യം മൂലം പ്രവർത്തനങ്ങൾ കുറയ്ക്കുന്നത് സംബന്ധിച്ച് ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് നടത്തിയ പ്രസ്താവനയെ തുടർന്ന് തെക്കൻ ഗാസയിലെ മുതിർന്ന ഹമാസ് കമാൻഡർമാർക്കും പ്രവർത്തകർക്കും വേണ്ടി നാസർ ആശുപത്രി ആസ്ഥാനമായും സൈനിക പോസ്റ്റായും ഉപയോഗിക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന രഹസ്യാന്വേഷണ വിവരങ്ങൾ IDF-ന് ലഭിച്ചുവെന്നും അവർ പ്രസ്താവിച്ചു. ഇതൊരു പ്രധാനപ്പെട്ട തീരുമാനമാണ്, പക്ഷെ വളരെ വൈകിയാണ് ഇത് അറിയുന്നത്. ഹമാസ് ഭീകര സംഘടനയുടെ നിരായുധീകരണത്തിന്റെ ആവശ്യകതയെ ശക്തിപ്പെടുത്തുന്ന കൂടുതൽ തെളിവാണിത്. നാസർ ആശുപത്രിയിലെ ഗുരുതരമല്ലാത്ത എല്ലാ മെഡിക്കൽ പ്രവർത്തനങ്ങളും നിർത്തിവെച്ചതായി ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് ശനിയാഴ്ച പ്രഖ്യാപിച്ചിരുന്നു. ആയുധധാരികളായ പുരുഷന്മാർ ആയുധങ്ങൾ നീക്കുന്നതിനും രോഗികളെ ചോദ്യം ചെയ്യുന്നതിനും ഈ സൗകര്യം ഉപയോഗിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. അതിനെ തുടർന്നാണിത്. സമീപ മാസങ്ങളിൽ ഖാൻ യൂനിസിലെ നാസർ ആശുപത്രിയിൽ രോഗികളും MSF ഉദ്യോഗസ്ഥരും ആശുപത്രിയുടെ വലിയ കോമ്പൗണ്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ ആയുധധാരികളായ ചിലരെ കണ്ടിട്ടുണ്ട്. ചിലർ മുഖം മൂടി ധരിച്ചവരാണ്. MSF പ്രവർത്തനങ്ങൾ നടത്താത്ത മെഡിക്കൽ കോമ്പൗണ്ടിന്റെ ചില ഭാഗങ്ങളിലാണ് ഈ സാഹചര്യങ്ങൾ ഉണ്ടായതെന്നും അത് വ്യക്തമാക്കി. വെടിനിർത്തലിന് ശേഷം MSF ടീമുകൾ അസ്വീകാര്യമായ പ്രവൃത്തികളുടെ ഒരു ശീലം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആയുധധാരികളുടെ സാന്നിധ്യം, ഭീഷണിപ്പെടുത്തൽ, രോഗികളെ അനിയന്ത്രിതമായി അറസ്റ്റ് ചെയ്യൽ, ആയുധങ്ങളുടെ നീക്കത്തെക്കുറിച്ച് സംശയിക്കപ്പെടുന്ന സമീപകാല സാഹചര്യം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഈ സംഭവങ്ങൾ ടീമുകൾക്കും രോഗികൾക്കും ഗുരുതരമായ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത്. MSF ഔദ്യോഗികമായി ബന്ധപ്പെട്ട അധികാരികളോട് തങ്ങളുടെ ശക്തമായ ആശങ്ക പ്രകടിപ്പിക്കുകയും MSF-ന്റെ മെഡിക്കൽ ദൌത്യവുമായി അത്തരം ലംഘനങ്ങളുടെ പൊരുത്തക്കേട് ഊന്നി പറയുകയും ചെയ്തു. സുരക്ഷിതവും നിഷ്പക്ഷവുമായ വൈദ്യസഹായം ഉറപ്പാക്കാൻ ആശുപത്രികൾ നിഷ്പക്ഷവും സിവിലിയൻ ഇടങ്ങളും സൈനിക സാന്നിധ്യത്തിൽ നിന്നോ പ്രവർത്തനങ്ങളിൽ നിന്നോ മുക്തമായിരിക്കണമെന്നും സംഘടന പറയുന്നു. ഞായറാഴ്ച പുലർച്ചെ മുതൽ അതേസമയം ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ കുറഞ്ഞത് 12 പേർ കൊല്ലപ്പെട്ടതായി ഗാസയിലെ സിവിൽ ഡിഫൻസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം വെടിനിർത്തൽ ലംഘനങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് ആക്രമണങ്ങൾ നടത്തിയത് എന്നാണ് ഒരു സൈനിക ഉദ്യോഗസ്ഥന്റെ പക്ഷം. കഴിഞ്ഞ മാസം US മധ്യസ്ഥതയിൽ 2ാം ഘട്ടത്തിലേക്ക് കടന്ന വെടിനിർത്തൽ ഉണ്ടായിരുന്നിട്ടും പലസ്തീൻ പ്രദേശത്ത് ആക്രമണം തുടരുകയാണ്. കരാർ ലംഘിച്ചതിന് ഇസ്രയേലും ഹമാസും പരസ്പരം കുറ്റപ്പെടുത്തുന്നു. ഹമാസ് അധികൃതരുടെ കീഴിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന സിവിൽ ഡിഫൻസ് ഏജൻസി ഒരു ആക്രമണം വടക്കൻ ഗാസയിലെ കുടിയിറക്കപ്പെട്ടവരുടെ കൂടാരത്തിലും മറ്റൊന്ന് തെക്കൻ പ്രദേശത്തെ ലക്ഷ്യമാക്കിയും നടത്തിയതായി പറഞ്ഞു. വടക്കൻ ജബാലിയയിൽ കുടിയിറക്കപ്പെട്ട ആളുകളെ പാർപ്പിച്ചൊരു കൂടാരത്തിന് നേരെയുണ്ടായ വ്യോമാക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഏജൻസി പ്രസ്താവനയിൽ പറഞ്ഞു. തെക്കൻ നഗരമായ ഖാൻ യൂനിസിൽ പുലർച്ചെ നടന്ന മറ്റൊരു ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റു. ഗാസ സിറ്റിയിൽ ഇസ്രയേൽ ഷെല്ലാക്രമണത്തിൽ ഒരാൾ കൂടി കൊല്ലപ്പെട്ടതായാണ് വിവരങ്ങൾ. വടക്കൻ ഗാസയിലെ ബെയ്റ്റ് ലാഹിയിൽ ഇസ്രയേൽ വെടിവയ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടതായും ഏജൻസി അറിയിച്ചു. 7 പേരുടെ മൃതദേഹങ്ങൾ ലഭിച്ചതായി അൽ ഷിഫ നാസർ ആശുപത്രികൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഉറങ്ങിക്കിടക്കുമ്പോഴാണ് അധികം ആളുകളും കൊല്ലപ്പെട്ടത്. മാസങ്ങളായി ഒരു യുദ്ധവിരാമത്തിന് കീഴിലാണ് ജനങ്ങൾ ജീവിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഇസ്രയേൽ തങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുണ്ടെന്ന് പലസ്തീനികൾ പറയുന്നു. ഇസ്രയേൽ ഈ തത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന് പറയുകയും മറ്റൊന്ന് ചെയ്യുകയും ചെയ്യുന്നു. കൊല്ലപ്പെട്ടവരിൽ ചിലരുടെ മൃതദേഹങ്ങൾ വെളുത്ത കഫൻസിൽ കിടത്തിയിരുന്ന നാസർ ആശുപത്രിയിൽ ഡസൻ കണക്കിന് ബന്ധുക്കളും വിലാപയാത്രക്കാരും ഒത്തുകൂടി. ശവസംസ്കാരത്തിന് മുൻപ് ആശുപത്രി വളപ്പിലെ മൃതദേഹങ്ങൾക്ക് അഭിമുഖമായി പുരുഷന്മാരും സ്ത്രീകളും പ്രാർത്ഥനയിൽ നിന്നു. ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചതിനുള്ള മറുപടിയായാണ് ഇസ്രയേൽ സൈന്യം ആക്രമണം നടത്തിയത് എന്ന് ഒരു സൈനിക ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിച്ചു. ഈ ലംഘനത്തിൽ യെല്ലോ ലൈനിന് കിഴക്കുള്ള അവശിഷ്ടങ്ങൾക്കടിയിൽ ഒളിച്ചിരിക്കുന്ന നിരവധി സായുധ തീവ്രവാദികളെ തിരിച്ചറിയൽ ഉൾപ്പെടുന്നു. അവർ IDF സൈനികർക്ക് സമീപമുള്ള പ്രദേശത്തെ ഭൂഗർഭ അടിസ്ഥാന സൗകര്യങ്ങളിൽ നിന്ന് പുറത്തു കടന്നിരിക്കാം. IDF സൈനികർക്ക് സമീപം ആയുധധാരികളായി മഞ്ഞരേഖ കടക്കുന്നത് വ്യക്തമായ വെടിനിർത്തൽ ലംഘനമാണ്. കൂടാതെ സൈനികരെ ദ്രോഹിക്കാനുള്ള ഉദ്ദേശത്തോടെ ഹമാസ് എങ്ങനെയാണ് വെടിനിർത്തൽ കരാർ വ്യവസ്ഥാപിതമായി ലംഘിക്കുന്നത് എന്നും ഇത് തെളിയിക്കുന്നു. ഒക്ടോബർ 10-ന് പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തലിന്റെ നിബന്ധനകൾ പ്രകാരം ഇസ്രയേൽ സൈന്യം യെല്ലോ ലൈൻ എന്നറിയപ്പെടുന്ന ഒരു പ്രദേശത്തിന് പിന്നിലെ സ്ഥാപനങ്ങളിലേക്ക് പിൻവാങ്ങിയിരുന്നു. എന്നിരുന്നാലും പലസ്തീൻ പ്രദേശത്തിന്റെ
പകുതിയിലധികവും അവരുടെ നിയന്ത്രണത്തിലാണ്. ഇസ്രായേൽ സൈന്യം വെടിനിർത്തൽ ലംഘിച്ചുവെന്ന് ഹമാസ് വക്താവ് ഹസീം ഖാസിം ഞായറാഴ്ച പ്രസ്താവനയിൽ ആരോപിച്ചു. പലായനം ചെയ്ത ആളുകളെ അവരുടെ ടെന്റുകളിൽ ലക്ഷ്യം വെക്കുന്നത് വെടിനിർത്തൽ കരാറിന്റെ ഗുരുതരമായ ലംഘനമാണെന്നും ഖാസിം പറഞ്ഞു. ഹമാസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം പറയുന്നത് വെടിനിർത്തൽ ആരംഭിച്ചതിനു ശേഷം കുറഞ്ഞത് 601 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഇതേ കാലയളവിൽ തങ്ങളുടെ 4 സൈനികരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് ഇസ്രായേൽ സൈന്യവും അവകാശപ്പെടുന്നു. മാധ്യമ നിയന്ത്രണങ്ങളും ഗാസയിലേക്കുള്ള പരിമിതമായ പ്രവേശനവും AFPയും മറ്റു വാർത്താ ഏജൻസികളെയും സ്വതന്ത്രമായി മരണസംഖ്യ പരിശോധിക്കുന്നതിനോ പോരാട്ടം സ്വതന്ത്രമായി റിപ്പോർട്ട് ചെയ്യുന്നതിനോ തടസ്സപ്പെടുത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമാനൂസ്.